അപ്പോൾ യേശു വന്ന സമയത്ത് സുവിശേഷം പറഞ്ഞ് കേട്ട് വിശ്വസിക്കാതെ പഴയത് ഞങ്ങൾക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് പറഞ്ഞു പോയവരെല്ലാം ആത്മീകമായി മരിച്ചുപോയി എന്നും നമുക്കിന്നും മനസ്സിലാകും. എന്തുകൊണ്ടാണ്? നമ്മുടെ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും അവിടെ പറയുന്നത് അന്ന് അവർ കേട്ടതുപോലെ നാം ഒരു സദ്വർത്തനം കേട്ടിരിക്കുന്നു. അവർ മരുഭൂമിയിൽ മത്സരഗ്രഹങ്ങളായതുപോലെ നാമും മത്സരഗ്രഹങ്ങളാകരുത്. വേദഗ്രന്ഥത്തിലേക്ക് ചെന്നപ്പോൾ ശലോമോൻ രാജാവ് ആലയം പണിയുന്ന സമയത്ത് അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, നിൻ്റെ ജനം ഈ ആലയത്തെ നോക്കി നിന്നോട് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ മുട്ടുമടക്കിയാൽ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം. അത് കറക്റ്റായിരുന്നു. ആ കാലം മുതൽ യേശുവിൻ്റെ ഈ പള്ളി സൈന്യം വന്ന് പള്ളി വളയുന്നതുവരെയും നോക്കൂ, നിമിഷങ്ങളുടെ വ്യത്യാസമാണ്. യെരുശലേം ദേവാലയത്തിൽ വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചിരുന്നാൽ ദൈവം കേട്ടിട്ടുണ്ട്, പ്രതിഫലം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ടൈം കഴിഞ്ഞു. പക്ഷേ ആ കാലത്ത് ജീവിച്ചിരുന്ന ജനത്തിനത് ബോധ്യമായില്ല. അതുപോലത്തെ ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് തുടർന്നുള്ള വിഷയങ്ങളിൽ. അപ്പോൾ ആണ് ഞെട്ടിപ്പോകുന്ന പലരും. ഓക്കെ, അപ്പോൾ യേശു പറഞ്ഞ് പോയി കഴിഞ്ഞ് ഇത് വിശ്വസിച്ച് മലമേൽ ഓടിപ്പോയതെല്ലാം മണ്ടന്മാർ. ആർക്ക്? ഈ ബൈബിൾ ജ്ഞാനികൾക്കും വലിയ വലിയ പുരോഹിതന്മാർക്കും അല്ലെങ്കിൽ വിശ്വാസികൾക്കും ഭക്തന്മാർക്കും മണ്ടന്മാരായിരുന്നു. അവരെ എഴുതി തള്ളിയിരുന്നവരാ. പുറം ജാതിക്കാരെ പോലെ ആരോരുമില്ലാത്തവർ. അവർ കേട്ടിരുന്നു. അവർക്ക് യേശുവിൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നത് ദൈവവചനമെന്ന് അവർ ഗ്രഹിച്ചിരുന്നു. ബൈബിൾ പണ്ഡിതന്മാരാരും ഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ സൈന്യം വന്ന് പള്ളി വളഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് ഹനനയാഗം, ഭോജനയാഗം, അകൃത്യയാഗം, അങ്ങനെ ഒരുപാട് യാഗങ്ങൾ കഴിക്കണം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം യെരുശലേം ദേവാലയത്തിൽ പോകണം, പ്രാർത്ഥന കഴിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുടക്കമുണ്ടായപ്പോൾ പുരോഹിതവർഗവും വിശ്വാസികളും കരുതി, ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, ബൈബിളിലുള്ള വചനമാണല്ലോ, വേദഗ്രന്ഥത്തിൽ. അവരെല്ലാം ആ ഗ്രന്ഥപ്രകാരം പള്ളിക്ക് ചുറ്റും വന്ന് മുട്ടുമടക്കി യഹോവയോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞ ശേഷം ഇതെല്ലാം കുത്തിയെടുത്തതിന് ശേഷം തീത്തോസ് രാജാവിൻ്റെ സൈന്യം പുറത്തേക്ക് വന്നപ്പോൾ യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഇതിൻ്റെ കൊത്തുപണിയുള്ള സ്വർണം മുഴുവനും എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ യഹൂദന്മാരെല്ലാം പള്ളിക്ക് ചുറ്റും വളഞ്ഞ് അവർ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. നോക്കൂ, അവർക്ക് ഈ ജനത്തെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി എങ്ങും പോകേണ്ടി വന്നില്ല. ആ പള്ളിക്ക് ചുറ്റും വന്ന് മുട്ടുമടക്കിയ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ മുഴുവനും അവർ കൊന്നൊടുക്കി. എന്നാലോ ഇവർ കളിയാക്കിയ ഒരു കൂട്ടം പേർ ഇവിടുന്ന് ഓടിപ്പോയി. അവർ കളിയാക്കി, കുറേ പേർ ഇവിടുന്ന് ഓടിപ്പോയി. ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളുമായി ആഹാരം പോലും ലഭിക്കാതെ മരിച്ചിട്ടുണ്ടാകാം, മണ്ടന്മാർ എന്ന് പറഞ്ഞു. ഈ ജ്ഞാനികൾ, ഇന്നത്തെ ജ്ഞാനികൾ, ഒരു നിവൃത്തിയുമില്ലാത്ത പാവപ്പെട്ട ജനത്തെ, അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. പാവപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തെ, കാലത്തിൻ്റെ ദൈവിക വെളിപ്പാട് തിരിച്ചറിയുന്നവരെ നോക്കി പരിഹസിക്കുന്നു. അവർ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ പരിഹസിക്കുന്നു. അവർ ഓടിപ്പോയത് ഒരു മലയിലേക്കാണ്. അത് ഒരു പാറമേലാണ് അവർ ഓടിപ്പോയത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നോക്കൂ, ഈ